നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. താരപ്രചാരകന്മാരുടെ പ്രസംഗം നിയന്ത്രിക്കണമെന്ന് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോൺഗ്രസ് BJP പാർട്ടി അധ്യക്ഷന്മാർക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. താരപ്രചാരകർ വാക്കുകളിൽ ശ്രദ്ധാലുവാകണം, പ്രസംഗങ്ങളിൽ മര്യാദ പാലിക്കാൻ നിർദ്ദേശം നൽകണം എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം വ്യക്തമാക്കി രേഖാമൂലം നിർദ്ദേശം നൽകണമെന്ന് BJP അധ്യക്ഷൻ JP നദ്ദയോടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. KSRTC ഡ്രൈവർ യദുവിനെതിരെ ഒരു ക്രിമിനൽ കേസും നിലവിലില്ലെന്ന് പോലീസ് അറിയിച്ചു. മേയർ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട കേസിൽ ആരോപണ വിധേയനായ യദു സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നടപടികൾ അവസാനിപ്പിച്ചു. മേയർക്കെതിരെ പ്രതികരിച്ചു എന്ന കാരണത്താൽ CPM സഹായത്തോടെ മലയിൻകീഴ് പോലീസ് തനിക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് താൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതെന്നുമാണ് യദു ഹർജിയിൽ പറഞ്ഞത്. ബലാത്സംഗം, വധശ്രമം എന്നിവയടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി എൽദോസ് കുന്നപ്പള്ളി MLAക്ക് എതിരായ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. നെയ്യാറ്റിൻകര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എൽദോസിനെ കൂടാതെ റനീഷ, സിപ്പി, നൂറുദ്ദീൻ എന്നിവരെയും പ്രതി ചേർത്തു. പരാതി പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് കുറ്റപത്രം. തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുന്നിൽ പ്രതിഷേധവുമായി മത്സ്യകർഷകർ. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ ചത്ത മീനുകളുമായി എത്തിയാണ് കർഷകർ പ്രതിഷേധിച്ചത്. ഓഫീസിന് പരിസരത്തേക്ക് ചീഞ്ഞ മത്സ്യം പ്രതിഷേധക്കാർ വലിച്ചെറിഞ്ഞു. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. കേരളത്തിലെ ഓക്സിജന്റെ അളവ് അപകടകരമായ രീതിയിൽ താഴ്ന്നതാണ് പെരിയാറിലെ മത്സ്യങ്ങളുടെ കൂട്ടക്കരുതിക്ക് കാരണമെന്ന് പരിശോധനാ ഫലം. പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴെ പെരിയാറിൽ വ്യാപകമായി മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന് പിന്നാലെയാണ് കേരള ഫിഷറീസ് സർവകലാശാല നദിയിലെ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചത്. ഇതിൽ വാരാപ്പുഴ, കോതാട്, മൂലമ്പള്ളി പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളത്തിന്റെ പരിശോധനയിലാണ് അപകടകരമായ അളവിൽ ഓക്സിജന്റെ കുറവ് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് എല്ലാ മാസവും 1-ാം തീയതിയിലുള്ള ഡ്രൈ ഡേ മാറ്റണമെന്ന് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർദ്ദേശം. എല്ലാ മാസവും 1-ാം തീയതി മദ്യശാല തുറന്നാൽ 15,000 കോടിയുടെ വരുമാന വർധനയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പുതിയ മദ്യനയം വരുന്നതിന് മുന്നോടിയായാണ് യോഗം നടന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കാലവർഷത്തിന്റെ സമയത്തിൽ മാറ്റം വന്നേക്കുമെന്ന് സൂചന. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം. മറ്റന്നാളോടെ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കാലവർഷം ഇപ്പോൾ പ്രവചിച്ച സമയത്തിൽ മാറ്റം വന്നേക്കും. മാനേജ്മെന്റ് സീറ്റിനായുള്ള അപേക്ഷാ ഫോമിന് GST ഏർപ്പെടുത്തിയതും നഴ്സിംഗ് കൗൺസിലിംഗ് അംഗീകാരം വൈകുന്നതും ഈ വർഷത്തെ നഴ്സിംഗ് പ്രവേശനത്തെ ബാധിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ സമവായം. GST വിഷയത്തിലടക്കം ആരോഗ്യമന്ത്രി അനുകൂല നിലപാട് സ്വീകരിച്ചെന്ന് മാനേജ്മെന്റുകൾ അറിയിച്ചു. ഇതോടെ സർക്കാരിനുള്ള സീറ്റുകൾ പിൻവലിക്കില്ലെന്ന ഉറപ്പും നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ സർക്കാരിന് നൽകി. തൃശ്ശൂരിൽ 330 ഗ്രാം MDMAയുമായി 2 പേരെ തൃശ്ശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി. കാറിൽ MDMA കടത്തുകയായിരുന്ന കാസർഗോഡ് സ്വദേശി നജീബ്, ഗുരുവായൂർ സ്വദേശി ജിനീഷ് എന്നിവരെയാണ് സംയുക്ത സംഘം പിടികൂടിയത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് കോടതിയിൽ ഹർജി സമർപ്പിച്ചു. കോടതി നൽകുന്ന സമയപ്രകാരം പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയാകും മൊഴിയെടുക്കുക. ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ അമ്മയും സഹോദരിയും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. ഹർജി ഈ മാസം 27-ന് കോടതി വീണ്ടും പരിഗണിക്കും. മലപ്പുറം കരുവാരക്കുണ്ട് DNO UP സ്കൂളിൽ ചട്ടവിരുദ്ധമായി നിയമനങ്ങൾക്കായി മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ വൻ ക്രമക്കേട് നടത്തിയെന്ന കണ്ടെത്തൽ നടപടിയെടുക്കരുതെന്ന് സമസ്ത നേതൃത്വം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ. അധ്യാപകരായ O സുലാഫ, നിഷാന്ത് സുൽത്താന, C റയ്യാനത്ത്, സ്കൂൾ മാനേജർ NK അബ്ദുറഹ്മാൻ എന്നിവർക്കെതിരെയാണ് മലപ്പുറം DDAയുടെ അന്വേഷണ റിപ്പോർട്ട്. ഇവരിൽ ഒരാൾ EK സുന്നി നേതാവിൻ്റെ മകളായതിനാലാണ് നടപടി പാടില്ലെന്ന് ആവശ്യപ്പെട്ട് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടതെന്നാണ് റിപ്പോർട്ടുകൾ. വ്യാജരേഖയുണ്ടാക്കി അധ്യാപകർ ചെയ്യാത്ത ജോലിക്ക് 1 കോടിയോളം രൂപ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. ഇടതുപക്ഷത്തോട് അടുക്കാൻ സംഘടനയിൽ ചിലർ ശ്രമിക്കുന്നുവെന്ന വിമർശനവുമായി കേന്ദ്ര മുഷാവറ അംഗം ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ EK വിഭാഗം സംസ്ഥയിലെ ഒരു വിഭാഗം മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചിരുന്നു. ലീഗ് വിരുദ്ധരായ സംസ്ഥാന നേതാക്കളുടെ അറിവോടെ നടത്തിയ നീക്കം UDF വോട്ടുകളിൽ
വിള്ളലുണ്ടാക്കിയതായി ലീഗ് നേതൃത്വം വിലയിരുത്തുന്നു. അതേസമയം സമസ്ത നേതാക്കൾക്കെതിരെ സുപ്രഭാതം പത്രത്തിനെതിരെയും പ്രസ്താവന നടത്തിയ മുഷാഫർ അംഗം ബഹാവുദ്ദീൻ നദിയോട് സമസ്ത നേതൃത്വം വിശദീകരണം തേടി. 48 മണിക്കൂറിനകം വിശദീകരണം നൽകാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. IAS തലത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മാറ്റം. ആരോഗ്യവകുപ്പ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തു. KSCB ചെയർമാൻ രാജൻ ഗോബ്രഗഡെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിതനായി. KSCBയുടെ പുതിയ ചെയർമാൻ ബിജു പ്രഭാകരനാണ്. തൊഴിൽ വകുപ്പ് സെക്രട്ടറി K വാസുകി നോർക്ക സെക്രട്ടറിയുടെ ചുമതല കൂടി ഇനി വഹിക്കും. തിരുവനന്തപുരം ജില്ലയിൽ വേനൽ മഴയെ തുടർന്ന് 11 കോടിയുടെ കൃഷിനാശം. 1789 കർഷകർക്കാണ് കൃഷിനാശം സംഭവിച്ചത്. ജില്ലയിൽ 6 വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. സംസ്ഥാനത്തെ ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം 52 ദിവസമായിരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. ജൂൺ 9 അർദ്ധരാത്രി 12 മണി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി 12 മണി വരെയാണ് നിരോധനം. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ മെയ് 15 മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരിൽ നിന്നും 4.82 കിലോഗ്രാം സ്വർണം പിടികൂടി. 4 സ്ത്രീകളടക്കം 6 പേരെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. എയർ കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് 3.48 കോടി രൂപ വില വരുന്ന സ്വർണം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത്. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി ഇവരെ കസ്റ്റംസ് ചോദ്യം ചെയ്തു വരികയാണ്. കാഞ്ഞങ്ങാടിനടുത്ത ചിത്താരിയിൽ ഗ്യാസ് ടാങ്കർ ലോറി ലീക്ക് കണ്ടെത്തിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. കൂടുതൽ വാർത്തകൾ വിശദമായി പിന്നീട് വരുന്നതാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.